ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. RRB ALP അല്ലെങ്കിൽ ടെക്നീഷ്യൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ബയോളജിയിൽ നിന്ന് ഉറപ്പായും മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ഭാഗമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ ഇന്ന് ഈ വിഷയം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കഥ കേൾക്കുന്ന പോലെ പഠിച്ചെടുക്കാം. RRB പരീക്ഷ പാസ്സാവണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷമെടുത്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം മുഴുവൻ സിലബസും ഓരോ ചാപ്റ്ററായി നിങ്ങളുടെ വിജയം ഉറപ്പാക്കുന്ന രീതിയിൽ നമ്മളിവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു പുതിയ AI ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇത് ബയോളജിയിലെ സങ്കീർണമായ ഭാഗങ്ങളെപ്പോലും ലളിതമായ ആനിമേറ്റഡ് കഥകളാക്കി മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വളരെ എളുപ്പത്തിൽ ഓർത്തുവെക്കാൻ പറ്റും. ശരി, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ റൂട്ട് മാപ്പ് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും പോകുന്ന വഴി ഏതൊക്കെയാണെന്ന് നോക്കും. പിന്നെ ശ്വാസം എടുക്കുന്നതിന്റെ പിന്നിലുള്ള മെക്കാനിസം എന്താണെന്ന് പഠിക്കും. അതിനുശേഷം യഥാർത്ഥ മാജിക്, അതായത് ഗ്യാസ് എക്സ്ചേഞ്ച് എങ്ങനെ നടക്കുന്നു എന്ന് കാണും. പിന്നെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ വെച്ചൊരു പ്രാക്ടീസ്. അവസാനം നിങ്ങളുടെ വിജയത്തിനുള്ള വഴികളും നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. യോർ ബ്രെത്ത്സ് ഇൻക്രെഡിബിൾ ജേർണി. നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന ഒരൊറ്റ ശ്വാസം നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ നടത്തുന്ന ആ സാഹസികമായ യാത്രയെ നമുക്കൊന്ന് പിന്തുടർന്നു പോയാലോ? നിങ്ങളെ ഞെട്ടിക്കുന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മുടെയെല്ലാം ശ്വാസകോശത്തിനകത്ത് ലക്ഷക്കണക്കിന് കുഞ്ഞൻ വായു അറകളുണ്ട്. ഇവയെല്ലാം നിവർത്തിവെക്കുകയാണെങ്കിൽ ഏകദേശം 80 ചതുരശ്ര മീറ്റർ വലിപ്പം വരും. അതായത് ഒരു ടെന്നീസ് കോർട്ടിന്റെ അത്രയും വലിപ്പം. ഒന്നാലോചിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു സർഫസ് ഏരിയ ഉള്ളതുകൊണ്ടാണ് ഓരോ ശ്വാസത്തിലും നമുക്ക് വേണ്ട ഓക്സിജൻ ഇത്രയും കാര്യക്ഷമമായി വലിച്ചെടുക്കാൻ പറ്റുന്നത്. ഇനി ഈ സ്ലൈഡിൽ കാണുന്ന പാത, ഇതാണ് ഏറ്റവും പ്രധാനം. പരീക്ഷ ഇംഗ്ലീഷിലായതുകൊണ്ട് നമ്മൾ ഈ പേരുകൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം. ഈ ഓർഡർ കൃത്യമായി പഠിച്ചോളൂ. കാരണം RRB പരീക്ഷകളിൽ ഇതൊരു സ്ഥിരം ചോദ്യമാണ്. വായു ആദ്യം നോസ്ട്രിൽസ് വഴി അകത്തേക്ക് കടക്കുന്നു. പിന്നെ ഫാരിങ്സ്, ലാരിങ്സ്, ട്രേക്കിയ, ബ്രോങ്കായ്, ബ്രോങ്ക്യൂൾസ് വഴി അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ആൽവിയോളിയിലെത്തുന്നു. നമുക്ക് ഓരോ സ്റ്റോപ്പായി നോക്കാം. നമ്മുടെ യാത്രയിലെ രണ്ടാമത്തെ സ്റ്റോപ്പാണ് ഫാരിങ്സ്. ഇതിനെ നമുക്ക് ഭക്ഷണത്തിന്റെയും വായുവിന്റെയും ഒരു ജംഗ്ഷൻ എന്ന് പറയാം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ശ്വസിക്കുന്ന വായുവും ഈ ഒരേ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരുമല്ലേ, ഭക്ഷണം മാറി ശ്വാസകോശത്തിലേക്ക് പോകാതെ നോക്കാൻ ഇവിടെ ഒരു ട്രാഫിക് പോലീസ് വേണ്ടേ? ആ ട്രാഫിക് പോലീസുകാരന്റെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. ഇലയുടെ ആകൃതിയിലുള്ള ഈ ചെറിയ അടപ്പ് നമ്മൾ ഭക്ഷണം ഇറക്കുമ്പോൾ ശ്വാസനാളമായ ട്രെക്കിയായെ കൃത്യമായി വന്ന് അടയ്ക്കും. ഇത് ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് കടക്കുന്നത് തടയുന്നു. ഈ പേര് മറക്കരുത്, എപ്പിഗ്ലോട്ടിസ്. ഇതൊരു ഷുവർ ഷോട്ട് പരീക്ഷാ ചോദ്യമാണ് കേട്ടോ. ശരി, ഇനി നമുക്ക് ട്രെക്കിയയുടെയും ശ്വാസകോശത്തിന്റെയും ഉള്ളിലേക്കൊന്ന് എത്തിനോക്കാം. ട്രെക്കിയ, അതായത് നമ്മുടെ ശ്വാസനാളം, സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനാണിങ്ങനെ? കാരണം വായു ഇല്ലാത്ത സമയത്ത് ഇതൊരു ബലൂൺ പോലെ ഒട്ടിപ്പോകാതെ ഒരു പൈപ്പ് പോലെ തുറന്നിരിക്കാൻ ഈ വളയങ്ങൾ സഹായിക്കുന്നു. ഇനി ശ്വാസകോശത്തെ ഒരു കവചം പോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. അവസാനം വായുവെത്തുന്ന ആൽവിയോളിയാണ് ശ്വാസകോശത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. ഈ 3 പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെ നമ്മള് വായു സഞ്ചരിക്കുന്ന വഴി പഠിച്ചു. ഇനി ഈ യാത്രയെ സാധ്യമാക്കുന്ന ജീവന്റെ എഞ്ചിൻ, അതായത് നമ്മുടെ ശ്വസനം, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന ആ പ്രക്രിയ. ഓർത്തു വെക്കേണ്ട ഒരു ചെറിയ ഡേറ്റയാണിത്. ആരോഗ്യമുള്ള, റെസ്റ്റ് എടുക്കുന്ന ഒരു മുതിർന്ന വ്യക്തി 1 മിനിറ്റിൽ ഏകദേശം 12 മുതൽ 16 തവണ വരെ ശ്വാസമെടുക്കും. ഇപ്പോൾ ഈ സ്ലൈഡിൽ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണിത്. ശ്വാസം ഉള്ളിലേക്കെടുക്കുന്ന ഇൻഹലേഷൻ ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. അതായത് ഇതിന് ഊർജം വേണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നെഞ്ചിന് താഴെയുള്ള ഡയഫ്രം എന്ന പേശി സങ്കോചിച്ച് താഴേക്ക് പോകുന്നു. നമ്മുടെ വാരിയെല്ലുകൾ, അതായത് റിബ് കേജ്, മുകളിലേക്കും പുറത്തേക്കും ഉയരുന്നു. അപ്പോൾ നെഞ്ചിന്റെ ഉള്ളിലെ സ്ഥലം, അതായത് വോള്യം കൂടും. സ്ഥലം കൂടുമ്പോൾ പ്രഷർ കുറയും. വായു തനിയെ അകത്തേക്ക് ഇരച്ചു കയറും. നേരെ തിരിച്ച് ശ്വാസം പുറത്തുവിടുന്ന എക്സലേഷൻ ഒരു പാസീവ് പ്രോസസ്സാണ്. ഇവിടെ ഡയഫ്രം റിലാക്സ് ചെയ്ത് മുകളിലേക്ക് വരുന്നു, വാരിയെല്ലുകൾ താഴുന്നു. ഇത് നെഞ്ചിലെ സ്ഥലം കുറയ്ക്കുകയും പ്രഷർ കൂട്ടുകയും ചെയ്യുന്നു. അങ്ങനെ വായു പുറത്തേക്ക് തള്ളപ്പെടുന്നു. ഈ വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. അപ്പോ നമ്മൾ ശ്വാസത്തിന്റെ വഴിയും
അതിന്റെ മെക്കാനിസവും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം. യഥാർത്ഥ മാജിക് എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അതായത് ഓക്സിജൻ എങ്ങനെ രക്തത്തിലേക്ക് കലരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ പുറത്തു പോകുന്നു. ഈ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് സിംപിൾ ഡിഫ്യൂഷൻ എന്ന വളരെ ലളിതമായ ഒരു തത്വം അനുസരിച്ചാണ്. ഒരു മുറിയുടെ മൂലയ്ക്ക് ഒരു പെർഫ്യൂം കുപ്പി തുറന്നുവെച്ചാൽ എന്ത് സംഭവിക്കും? അതിന്റെ മണം മുറി മുഴുവൻ പരയ്ക്കുമല്ലേ, ഒരു എനർജിയും കൊടുക്കാതെ തന്നെ. അതുപോലെ ആൽവിയോളിയിൽ ഓക്സിജന്റെ പ്രഷർ കൂടുതലാണ്, രക്തത്തിൽ കുറവാണ്. അതിനാൽ ഓക്സിജൻ ഉയർന്ന പ്രഷറുള്ള ആൽവിയോളിയിൽ നിന്ന് കുറഞ്ഞ പ്രഷറുള്ള രക്തത്തിലേക്ക് കലരുന്നു. നേരെ തിരിച്ച് രക്തത്തിൽ CO2ന്റെ പ്രഷർ കൂടുതലാണ്, അത് ആൽവിയോളിയിലേക്ക് പോകുന്നു. ഇതിന് നമ്മുടെ ശരീരത്തിന് പ്രത്യേക ഊർജ്ജമൊന്നും വേണ്ട. രക്തത്തിലേക്ക് പ്രവേശിച്ച ഓക്സിജൻ എങ്ങനെയാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നത്? അതിലെ 97% കൊണ്ടുപോകുന്നത് നമ്മുടെ ചുവന്ന രക്താണുക്കളിലുള്ള ഹീമോഗ്ലോബിനാണ്. ഈ ഹീമോഗ്ലോബിനെ നമുക്കൊരു ഡെലിവറി ട്രക്കായി സങ്കൽപ്പിക്കാം. ഓക്സിജൻ ഈ ട്രക്കിൽ കയറി ഓക്സി ഹീമോഗ്ലോബിനായി മാറി ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും യാത്ര ചെയ്യുന്നു. ബാക്കിയുള്ള വെറും 3% ഓക്സിജൻ രക്തത്തിലെ പ്ലാസ്മയിൽ നേരിട്ട് ലയിച്ചാണ് പോകുന്നത്. ഇനി കാർബൺ ഡയോക്സൈഡിന്റെ കാര്യമോ? CO2 കോശങ്ങളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് തിരികെ വരുന്നത് പ്രധാനമായും 3 വഴികളിലൂടെയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്, അതായത് 70% ബൈകാർബണേറ്റ് അയോൺസ് രൂപത്തിലാണ്. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ, പരീക്ഷയിൽ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ബാക്കി 23% ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനായും 7% പ്ലാസ്മയിൽ ലയിച്ച രൂപത്തിലുമാണ് തിരികെ എത്തുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ്. പരീക്ഷയ്ക്കും ജീവിതത്തിനും ഒരുപോലെ പ്രധാനം. കാർബൺ മോണോക്സൈഡ് അഥവാ CO എന്ന വാതകം ഓക്സിജനേക്കാൾ ഏകദേശം 200 മടങ്ങ് വേഗത്തിൽ നമ്മുടെ ഡെലിവറി ട്രക്കായ ഹീമോഗ്ലോബിനുമായി ഒട്ടിച്ചേരും. അതായത് ഓക്സിജൻ കയറേണ്ട ട്രക്കുകളെ ഈ കാർബൺ മോണോക്സൈഡ് ഹൈജാക്ക് ചെയ്യും. ഇത് ശരീരത്തിൽ ഓക്സിജൻ എത്തുന്നത് തടയുകയും ശ്വാസമുട്ടലിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് അടച്ചിട്ട മുറികളിൽ പുക ശ്വസിക്കുന്നത് അത്രയേറെ അപകടകരമാകുന്നത്. ശരി, നമ്മൾ തിയറി ഭാഗം അടിപൊളിയായി പൂർത്തിയാക്കി. ഇനി നിങ്ങൾ പഠിച്ചത് എത്രത്തോളം മനസ്സിലാക്കിയെന്ന് സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? മുൻ വർഷങ്ങളിലെ RRB പരീക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണിത്. എല്ലാവരും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം: മനുഷ്യന്റെ ശ്വാസകോശത്തിൽ വാതക വിനിമയം, അതായത് ഗ്യാസ് എക്സ്ചേഞ്ച്, നടക്കുന്നത് എവിടെ വച്ചാണ്? ഓപ്ഷനുകൾ: A ബ്രോങ്കൈ, B ട്രക്കിയ, C അൽവിയോലി, D ഡയഫ്രാം. ആലോചിച്ചു ഉത്തരം പറയൂ. ശരിയുത്തരം ഓപ്ഷൻ C ആൽവിയോളയാണ്. നമ്മൾ പഠിച്ചതുപോലെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന ആ കുഞ്ഞൻ വായു അറകളാണ് ആൽവിയോളെ. അടുത്ത ചോദ്യം: ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ, അതായത് ഇൻഹലേഷൻ സമയത്ത് ഡയഫ്രം എങ്ങോട്ടാണ് ചലിക്കുന്നത്? ഓപ്ഷനുകൾ: A മുകളിലേക്ക്, B താഴേക്ക്, C ഇടത്തേക്ക്, D ചലനമില്ലാതെ നിൽക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ B താഴേക്ക്. ശ്വാസമെടുക്കുമ്പോൾ ഡയഫ്രം സങ്കോചിച്ച് പരന്ന് താഴേക്ക് നീങ്ങുന്നു. അപ്പോഴാണ് നെഞ്ചിന്റെ വ്യാപ്തം കൂടുന്നത്. ചോദ്യം 3: മനുഷ്യ ശരീരത്തിലെ ബോയ്സ് ബോക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷനുകൾ: A ഫാരിങ്സ്, B ലാരിങ്സ്, C ട്രക്കിയ, D എപ്പിഗ്ലോട്ടിസ്. ഉത്തരം ഓപ്ഷൻ B ലാരിങ്സ്. നമ്മുടെ ശബ്ദനാളങ്ങൾ അഥവാ വോക്കൽ കോർഡ്സ് സ്ഥിതി ചെയ്യുന്നത് ലാരിങ്സിലാണ്. നാലാമത്തെ ചോദ്യം: ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കുന്നത് തടയുന്ന ഘടന ഏതാണ്? ഓപ്ഷനുകൾ: A ലാരിങ്സ്, B ഗ്ലോട്ടസ്, C എപ്പിഗ്ലോട്ടസ്, D ഫാരിങ്സ്. ശരിയുത്തരം ഓപ്ഷൻ C എപ്പിഗ്ലോട്ടസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാഫിക് പോലീസുകാരൻ. ഭക്ഷണം വിഴുങ്ങുമ്പോൾ ഒരു സംരക്ഷണ അടപ്പായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. അവസാനത്തെ ചോദ്യം: ശ്വാസകോശത്തെ പൊതിയുന്ന സ്തരത്തിന്റെ പേരെന്താണ്? ഓപ്ഷനുകൾ: A പെരികാർഡിയം, B പ്ലൂറ, C പെരിറ്റോണിയം, D മെനിഞ്ചസ്. ഉത്തരം ഓപ്ഷൻ B പ്ലൂറ. ഇവിടെയാണ് പലർക്കും തെറ്റുള്ളത്. ഓപ്ഷൻ എയിലുള്ള പെരികാർഡിയം ഹൃദയത്തെ പൊതിയുന്ന സ്തരമാണ്. ശ്വാസകോശത്തിന്റേത് പ്ലൂറയാണ്, മറക്കരുത്. കൊള്ളാം! ക്വിസ് എല്ലാവരും നന്നായി ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഈ പഠനം ഇവിടെ തീരുന്നില്ല. നിങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്നുകൂടി നോക്കാം.
നിങ്ങളുടെ പഠനം കൂടുതൽ എളുപ്പമാക്കാൻ നമ്മളൊരു എക്സ്ക്ലൂസീവ് ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും സംശയങ്ങൾ ചോദിക്കാം, കൂടുതൽ ക്വിസുകൾ ചെയ്ത് പരിശീലിക്കാം, യാത്ര ചെയ്യുമ്പോഴോ മറ്റോ പാട്ട് കേൾക്കുന്ന പോലെ കേട്ടുപഠിക്കാൻ സൗകര്യപ്രദമായ ഓഡിയോ ക്ലാസുകളും ലഭിക്കും. നിങ്ങളുടെ പഠനയാത്രയിൽ ഇതൊരു വലിയ സഹായമായിരിക്കും. ഈ ചാനലിൽ RRB പരീക്ഷകൾക്ക് മാത്രമല്ല റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ, NTPC, ഗ്രൂപ്പ് ഡി, SSC, പോളിടെക്നിക് കോഴ്സുകൾ തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകൾക്കുമുള്ള ക്ലാസുകളും എല്ലാ ഭാഷകളിലും ഉടൻ വരുന്നുണ്ട്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അപ്പോ റെസ്പിറേറ്ററി സിസ്റ്റത്തെക്കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ദയവായി ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അത് ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സ്റ്റഡി ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്യുക. അടുത്ത ചാപ്റ്ററിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, നിങ്ങളുടെ വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക, വളർന്നുകൊണ്ടേയിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.